ജയിലിൽ കിടന്നും തടിയൻ്റെവിട നസീർ തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തയ്യാറാക്കിയെന്ന് NIA കണ്ടെത്തൽ. ലഷ്കർ ഇ തോയ്ബയുടെ നേതൃത്വത്തിൽ 2023 ബംഗളൂരുവിലെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താനിരുന്ന പദ്ധതി പാളിയതിന് പിന്നാലെയായിരുന്നു നീക്കം. അറസ്റ്റിലായ ജയിലിലെ ഡോക്ടർ നാഗരാജ് മുസ്ലിം യുവാക്കളായ തടവുകാരെ തീവ്രവാദ പ്രവർത്തനത്തിനായി പ്രേരിപ്പിച്ചു എന്നും കണ്ടെത്തലുണ്ട്. ഇക്കാര്യം സ്ഥിരീകരിക്കാൻ ജയിലിലെ തടവുകാരെ NIA ചോദ്യം ചെയ്യുകയാണ്. KP അഭിലാഷ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അഭിലാഷ്, ഷെറിൻ കാർണവർ വധക്കേസിലെ പ്രതി ജയിലിൽ എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങൾ അനുഭവിച്ചു എന്നതാണ് നമ്മൾ കഴിഞ്ഞ വാർത്തയിൽ കണ്ടത്. ഇപ്പോൾ വന്നാൽ ജയിലിൽ കിടന്നുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തിയെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത്. ജയിലിൽ കിടന്നും തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തന്നെ തയ്യാറാക്കിയെടുത്തിരിക്കുന്നു എന്ന പുതിയ കണ്ടെത്തലും NIA ഭാഗത്തു നിന്നുമുണ്ട്. ഈ അറസ്റ്റിലായ പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നാണോ ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്? രേണുക, തടിയൻ്റെവിട നസീർ പരപ്പന അഗ്രഹാര ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അത്തരം ശ്രമങ്ങൾ തുടരുകയും ചെയ്തുവെന്ന ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് NIA കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 തന്നെയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട എക്സ്ക്ലൂസീവ് വാർത്തകൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. അതായത് തടിയൻ്റെവിട നസീറിന് ജയിലിനകത്ത് സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത 3 പേർ അറസ്റ്റിലായി എന്നുള്ളതായിരുന്നു ആ വിവരങ്ങൾ. അതിൽ ജയിലിലെ സൈക്യാട്രിസ്റ്റായിട്ടുള്ള ഡോക്ടർ നാഗരാജ്, ASI ചാൻ പാഷ, അതോടൊപ്പം തന്നെ തീവ്രവാദ കേസിൽ ഒളിവിൽ കഴിയുന്ന ജുനൈദ് അഹമ്മദിന്റെ മാതാവ് അനീസ് ഫാത്തിമ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അവരെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്നത് അതിലേറെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ആണ്. അതായത് 2023 ബാംഗ്ലൂരിൽ സ്ഫോടന പരമ്പരകൾ നടത്തുന്നതിനുള്ള ശ്രമം ആയിരുന്നു തടിയൻ്റെവിട നസീറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. എന്നാൽ ഈ ശ്രമം പരാജയപ്പെടുകയും ഈ കേസിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിന് ശേഷവും ജയിലിനകത്ത് തന്നെ തടിയൻ്റെവിട നസീർ കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ NIAക്ക് ലഭിച്ചിട്ടുള്ളത്. അതിന് തടിയൻ്റെവിട നസീർ ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആ പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചത് ഇതേ പരപ്പന അഗ്രഹാര ജയിലിലെ മറ്റ് സഹതടവുകാരെ ആയിരുന്നു എന്നുള്ളതാണ്. പരപ്പന അഗ്രഹാര ജയിലിൽ വധശിക്ഷയ്ക്കും അതോടൊപ്പം തന്നെ ജീവപര്യന്തം തടവിനുമൊക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള നിരവധി പ്രതികൾ ആണ് കഴിയുന്നത്. അവരിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട തടവുകാരെ, അതിൽ തന്നെ യുവാക്കളായിട്ടുള്ള തടവുകാരെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു തടിയൻ്റെവിട നസീറിൻ്റെ പ്രവർത്തനം എന്നുള്ളതാണ്. ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി തന്നെ ഒരു ഗ്രൂപ്പ് രൂപീകരിക്കാൻ തടിയൻ്റെവിട നസീറിന് സാധിച്ചു എന്നാണ് NIA കണ്ടെത്തുന്നത്. അതായത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുക, സ്ഫോടനങ്ങൾ നടത്തുക, അതിനുവേണ്ടി സന്നദ്ധരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയുള്ള ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഈ തടിയൻ്റെവിട നസീറിന് ജയിലിനകത്തിരുന്ന് സാധിച്ചു എന്നുള്ളതാണ് NIA കണ്ടെത്തൽ. അതിന് ആരൊക്കെയാണ് സഹായം ഒരുക്കിയത്, എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദമായി തന്നെ ഇപ്പോൾ NIA പരിശോധിച്ചു വരികയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ NIAക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ എന്നത് പ്രധാനമായും ഡോക്ടർ നാഗരാജിൻ്റെ സേവനം തന്നെയാണ്. അതായത് നാഗരാജ് ഈ ജയിലിലെ സൈക്യാട്രിസ്റ്റാണ്. ആ നിലയിൽ തടവുകാരെ ഇത്തരം ക്രിമിനൽ പശ്ചാത്തലത്തിൽ നിന്ന് വിമുക്തരാക്കുക എന്നതാണ് നാഗരാജിൻ്റെ ഡ്യൂട്ടി എങ്കിൽ അതല്ല, മറിച്ച് നാഗരാജ് കൂടുതൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ NIA കണ്ടെത്തൽ. അതായത് മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരായ യുവാക്കളായ തടവുകാരെ അവരിലേക്ക് കൂടുതൽ തീവ്രവാദം ഇഞ്ചക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മത തീവ്രവാദത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ബോധിപ്പിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള കൗൺസിലിംഗ് ആയിരുന്നു നാഗരാജ് നടത്തിയത് എന്നാണ് ഇപ്പോൾ NIAക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത്. ഇത് തടിയൻ്റെവിട നസീറിന് വേണ്ടിയാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് എന്ന കണ്ടെത്തലിലേക്കും NIA എത്തിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് മറ്റ് തടവുകാരെ, അതായത് ഇതര മതസ്ഥർ ആയിട്ടുള്ള തടവുകാർ അല്ലെങ്കിൽ തീവ്രവാദ പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യവും അഭിരുചിയും പുലർത്താത്ത തടവുകാർ, അവരോട് ഏത് തരത്തിലായിരുന്നു നാഗരാജ് ഇടപെട്ടിരുന്നത്, ഏത് തരത്തിലാണ് അവർക്ക് കൗൺസിലിംഗ് നടത്തിയിരുന്നത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി NIA മറ്റ് തടവുകാരെ അടക്കം വിശദമായി ചോദ്യം ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. മറ്റൊന്ന് ASI ചാൻ പാഷയുടെ ഇടപെടലുകൾ ആണ്. കഴിഞ്ഞ ദിവസം തന്നെ ന്യൂസ് 18 ഇതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയതാണ്. അതായത് തടിയൻ്റെവിട നസീറിനെ എപ്പോഴാണ്
കോടതിയിലേക്കും മറ്റുമായി ജയിലിന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് എന്ന വിവരം അടക്കം ജയിലിന് പുറത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ഇൻഫർമേഷൻ നൽകിയിരുന്നു ഈ ചാൻ പാഷ എന്ന ASI എന്ന വിവരങ്ങൾ ആണ് പുറത്തു വരുന്നത് എങ്കിൽ ഇപ്പോൾ തടിയൻ്റെ വിട നസീറിൻ്റേത് മാത്രമല്ല, മറിച്ച് തടിയൻ്റെ വിട നസീറുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഈ തീവ്രവാദ ഗ്രൂപ്പിൽപ്പെടുന്ന, അതായത് ജയിലിനകത്ത് ഉള്ള ഈ ജയിൽ പുള്ളികളുടെ വിവരങ്ങൾ അടക്കം പുറത്ത് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർക്ക് എപ്പോഴാണ് പരോൾ ലഭിക്കാനുള്ള സാധ്യത? അതായത് ഈ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തീവ്രവാദ സ്ഫോടനങ്ങൾ നടത്തുക എന്നതിലൂടെ ലക്ഷ്യമിടുമ്പോൾ അതിനുള്ള അവസരം കൂടി സൃഷ്ടിക്കപ്പെടേണ്ടതുണ്ട് രേണുക. അതിനുള്ള അവസരമായി കണക്കാക്കുന്നത് ഒന്ന്, തീർച്ചയായും അഭിലാഷ്, ഈ പറഞ്ഞു വരുമ്പോൾ നാഗരാജിന്റെ ഈ കേസുമായുള്ള ബന്ധം, ഇത് ഏതെങ്കിലും തരത്തിൽ നാഗരാജ് ആരുടെയെങ്കിലും പ്രേരണയാൽ ചെയ്തതോ അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെട്ടു പോയതോ അല്ല എന്ന് വേണമോ മനസ്സിലാക്കാൻ? തീവ്രവാദ പ്രവർത്തനത്തിനായി യുവാക്കളെ പ്രേരിപ്പിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, ജയിലിൽ ഫോൺ എത്തിച്ചു കൊടുക്കുന്നു, തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി അവർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും എത്തിച്ചു കൊടുക്കുന്നു. മാത്രവുമല്ല അതിലൂടെയൊക്കെ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഏതാണ്ട് 1 കോടിയോളം ഫോൺ എത്തിച്ച് നൽകി സമ്പാദിക്കാൻ പോലും ഈ സൈക്കാട്രിസ്റ്റിനായി എന്ന തരത്തിലൊക്കെയുള്ള വിവരം വരുന്നു. അപ്പോൾ ഇയാളുടെ ഇതിലുള്ള ഇൻവോൾവ്മെന്റ് വളരെ വലുതാണ് എന്ന് വേണമോ മനസ്സിലാക്കാൻ? ആരുടെയെങ്കിലും പ്രേരണയാലോ മറ്റോ അല്ല, ഇയാൾ ഇതിലെ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി തന്നെ മാറി എന്ന് വേണമോ ഈ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ? രേണുക, ഇതിൽ ASI ചാൻ പാഷയും അതോടൊപ്പം തന്നെ നാഗരാജും കൃത്യമായി കണ്ണികളായി വർത്തിച്ചു എന്ന് തന്നെയാണ് NIA കണ്ടെത്തൽ. രേണുക സൂചിപ്പിച്ചതുപോലെ തന്നെ നാഗരാജിൻ്റെ സാമ്പത്തിക സ്രോതസ് അടക്കം വിശദമായി പരിശോധിക്കുമ്പോൾ ഒരു ജയിൽ സൈക്യാട്രിസ്റ്റിന് പുറത്ത് സർവീസ് നടത്തിയാലോ അല്ലെങ്കിൽ സർക്കാരിൽ നിന്നുള്ള വേതനമോ അല്ല, അതിനപ്പുറത്തുള്ള സാമ്പത്തിക ശേഷിയിലേക്ക് നാഗരാജ് എത്തി. അത് ഈ തരത്തിൽ, അതായത് ഈ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കണ്ണിയായി വർത്തിച്ചതിനുള്ള പ്രതിഫലമായി ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പ്രതിഫലം ലഭിക്കുക സ്വാഭാവികമായും ജയിലിന് പുറത്തുള്ള തീവ്രവാദ ഗ്രൂപ്പുകളിൽ നിന്ന് തന്നെയാണ്. നമുക്കറിയാം, ഇപ്പോൾ 2023 ബാംഗ്ലൂരിൽ സ്ഫോടനം നടത്താൻ ലക്ഷ്യമിടുമ്പോൾ അതിന് ലഷ്കർ ഇ തോയ്ബയുടെ സ്ലീപ്പർ സെല്ലുകളെയാണ് പ്രയോജനപ്പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏത് തീവ്രവാദ ഗ്രൂപ്പൊക്കെയായാണ് ഈ നാഗരാജും ASI ചാൻ പാഷയും ബന്ധം പുലർത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് NIA വിശദമായി പരിശോധിച്ച് വരുന്നത്. ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തീവ്രവാദി ഗ്രൂപ്പുകൾ, അതായത് മുസ്ലിം സമുദായത്തിൽപ്പെട്ട തീവ്രവാദ ചിന്താഗതിയുള്ള യുവാക്കളായിട്ടുള്ള ആളുകളുടെ ഒരു ഗ്രൂപ്പ് തയ്യാറാക്കിയിരുന്നു. ഈ ഗ്രൂപ്പിൽപ്പെട്ട തടവു പുള്ളികളുടെ വിവരങ്ങളടക്കം പുറത്ത് കൃത്യമായി തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് കൈമാറിയിരുന്നു. ഇവർക്ക് എപ്പോഴാണ് പരോൾ ലഭിക്കാനുള്ള സാധ്യത, ഇവർ എപ്പോഴാണ് പുറത്തിറങ്ങാനുള്ള സാധ്യത, അത്തരം വിവരങ്ങൾ അടക്കം പുറത്ത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് ലഭിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു കാര്യം ഞെട്ടിപ്പിക്കുന്നത്, ഈ പ്രതികൾക്ക് ജയിൽ ചാടാനുള്ള അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ജയിലിന് പുറത്തെത്തുകയും ആ പുറത്തെത്തുന്ന സമയത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഫോടനത്തിനായി ഇവരെ ഉപയോഗിക്കുക എന്നതുമായിരുന്നു ലക്ഷ്യം എന്നാണ് ഇപ്പോൾ NIAക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് ഒരു പക്ഷേ കൂടുതൽ സഹായം തടിയൻ്റെ വിട നസീറിന് ജയിലിൽ ലഭിച്ചിട്ടുണ്ടാകാം എന്ന നിഗമനത്തിലേക്കും NIA എത്തുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നാഗരാജും അല്ല എങ്കിൽ ASI ചാൻ പാഷയും, രണ്ടുപേർക്ക് നമുക്കറിയാം, ഒരാൾ സൈക്യാട്രിസ്റ്റാണ്, മറ്റേയാൾ ASI ആണ്. ഇവർക്ക് ഇരുവർക്കും ഏത് സമയത്ത് വേണമെങ്കിലും ജയിലിലേക്ക് എത്താനും ജയിൽ പുള്ളികളുമായി ആശയവിനിമയം നടത്താനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അത്തരം പദവികളാണ് അവർ വഹിച്ചിരുന്നത്. എന്നാൽ മറ്റു ഉദ്യോഗസ്ഥരുടെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നോ എന്നതിലും NIAക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ പരപ്പന അഗ്രഹാര ജയിലുമായി ബന്ധപ്പെട്ട ആ ജയിലിലെ ഉദ്യോഗസ്ഥർക്ക് പുറമെ ആ ജയിലുമായി ബന്ധം പുലർത്തുന്ന പലപ്പോഴും മറ്റ് ആശയവിനിമയങ്ങൾ ഉണ്ടാകും. അവിടേക്ക് ഭക്ഷണ സാധന സാമഗ്രികൾ എത്തിക്കുന്ന, ഡോക്യുമെൻറ്റുകൾ എത്തിക്കുന്ന, വൈദ്യസഹായമൊക്കെ എത്തിക്കുന്ന മറ്റുദ്യോഗസ്ഥർ പുറത്തുമുണ്ട്. ഇങ്ങനെ പരപ്പന അഗ്രഹാര ജയിലുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ NIAയുടെ തീരുമാനം. ഇതിന് വിവിധ ഗ്രൂപ്പുകളായി NIA തിരിഞ്ഞിരിക്കുന്നു. പല സംഘങ്ങളായി ഇപ്പോൾ NIA തിരിഞ്ഞിട്ടുണ്ട്. ഈ സംഘങ്ങൾ വിശദമായി ഇവരെ ചോദ്യം ചെയ്യും. ഒപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒളിവിലായിട്ടുള്ള തീവ്രവാദിയുടെ അമ്മയുടെ അടുക്കൽ നിന്ന് അടക്കം ലഭിച്ചിട്ടുള്ള തെളിവുകൾ, ശേഖരിക്കപ്പെട്ടിട്ടുള്ള ഡോക്യുമെന്റുകളടക്കം വിശദമായി പരിശോധിച്ചു വരികയാണ്. ഏതൊക്കെ തീവ്രവാദ ഏജൻസികളുമായി അല്ലെങ്കിൽ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ഇവർ ബന്ധപ്പെട്ടിട്ടുണ്ട്, ഇവർക്ക് ധനസഹായം എങ്ങനെയാണ് ലഭിച്ചത്, ഏത് സമയത്താണ് ഈ ധനസഹായം ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ പരപ്പന അഗ്രഹാര ജയിലിലെ മുഴുവൻ പ്രതികളുടെയും പശ്ചാത്തലം ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. ഇവരെ എപ്പോഴൊക്കെയാണ് കോടതിയിൽ ഹാജരാക്കിയത് അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികൾക്ക് വിധേയമാക്കിയത്, ആ സമയത്ത് ഇവരോടൊപ്പം
ഒപ്പമുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഈ ഇടയ്ക്ക് ഇപ്പോൾ നമുക്കറിയാം, നേരത്തെ രേണുക തന്നെ സൂചിപ്പിച്ചതാണ്, ഷെറിൻ എന്ന പ്രതിക്ക് കേരളത്തിലെ ജയിലിനകത്ത് എന്തെല്ലാം സൗകര്യങ്ങൾ ലഭിക്കുന്നു, ഗ്രീഷ്മയെ പോലുള്ള പ്രതിക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ലഭിക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയ തടവുകാർക്ക് കണ്ണൂരിലെ ജയിലിലൊക്കെ വലിയ സൗകര്യങ്ങൾ ലഭിക്കുമ്പോൾ അവർ പുറത്തിറങ്ങുന്ന സമയത്ത് അവർക്ക് പുറത്ത് ഭക്ഷണം കഴിക്കാൻ, ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാനൊക്കെ രഹസ്യമായി പോലീസ് സംവിധാനങ്ങൾ തന്നെ സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നത് പലപ്പോഴായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ ഈ തീവ്രവാദത്തിന്റെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രതികൾക്ക് പുറത്തിറങ്ങിയപ്പോൾ ഈ വൈദ്യസഹായത്തിനോ നിയമ നടപടികളുടെ ഭാഗമായോ കോടതിയിലേക്കോ ഒക്കെ കൊണ്ടുപോയപ്പോൾ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോയോ, മറ്റാരെങ്കിലുമായി കൂടിക്കാഴ്ച നടത്തിയോ, ഇത്തരം കാര്യങ്ങൾ കൂടി വിശദമായി NIA പരിശോധിച്ചു വരികയാണ് രേണുക. തീർച്ചയായും വളരെ ഗൗരവമുള്ള സംഭവം തന്നെയാണ്. ജയിലിൽ കിടക്കുന്നു, അവിടെ അവർക്ക് വലിയ രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നു. തീവ്രവാദ കേസിൽ പിടിക്കപ്പെട്ട് ജയിലിൽ ശിക്ഷ അനുഭവിക്കുമ്പോൾ അവിടെ വലിയ രീതിയിൽ പരിഗണന ലഭിക്കുന്നതിനു അതിനേക്കാൾ ഗൗരവത്തിൽ കാണേണ്ടത് അവിടെ ആ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ മത തീവ്രവാദം വളർത്തുന്നു, തീവ്രവാദ പ്രവർത്തനത്തിനായി മറ്റൊരു സംഘത്തെ തയ്യാറാക്കുന്നു. അങ്ങനെയൊക്കെയുള്ള വലിയ ഗൗരവമുണ്ട്. ഇത് ഈ കേസിൽ മാത്രം സംഭവിക്കുന്നതാണോ? പരപ്പന അഗ്രഹാര ജയിലിൽ മാത്രമാണോ ഇത് സംഭവിക്കുന്നത്? അതോ രാജ്യത്തെ ജയിലുകൾ തീവ്രവാദ കേസുകളിലും മറ്റും പെട്ട് ഇത്രയും ഗുരുതര സ്വഭാവമുള്ള കേസുകളിൽ പെട്ട് കിടക്കുന്ന ആളുകൾക്ക് പോലും ഇങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും അവിടെ ഇരുന്ന് കുറ്റകൃത്യം ചെയ്യാനുള്ള അവസരങ്ങളും ലഭിക്കുകയാണെങ്കിൽ അത് മറ്റെല്ലായിടത്തും നടക്കുന്നതാണോ? അങ്ങനെയുള്ള പരിശോധനകൾ ആവശ്യമാണോ എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒരു സംഭവമാണ് ഇത്. എന്തായാലും ഓരോ ദിവസവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് NIA ചോദ്യം ചെയ്യലിൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. KP അഭിലാഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.